നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേലുമായി ദീർഘമായ പോരാട്ടത്തിനുള്ള സന്നാഹങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് വ്യക്തമാക്കി ഹമാസ്. മാസങ്ങൾ നീളുന്ന പോരാട്ടത്തിനായി 35,000 പോരാളികൾ സജ്ജമാണെന്ന് ഹമാസ് മുൻ തലവനും മുതിർന്ന നേതാവുമായ ഖാലിദ് മിഷാൽ അറിയിച്ചു. ദിവസം തോറും ഇസ്രായേൽ സൈനികർ മരിച്ചു വീഴുകയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇസ്താംബൂളിൽ നടത്തിയ സന്ദർശനത്തിനിടെ തുർക്കി മാധ്യമമായ യനി സഫാക്കിന് നൽകിയ അഭിമുഖത്തിലാണ് ഖാലിദ് മിഷാൽ ഹമാസിന്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു ചെറുത്തുനിൽപ്പ് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നില്ല. ദിവസവും മുതിർന്ന ഇസ്രായേൽ സൈനികരാണ് മരിച്ചു വീഴുന്നത്. അവർക്ക് ഹമാസിനെ ഇല്ലാതാക്കാനാകില്ലെന്ന് മാത്രമല്ല, അവരുടെ ബന്ദികളെ രക്ഷിക്കാനുമാകില്ല. പലസ്തീനുകളെ ഈജിപ്തിലേക്ക് അയക്കാനുള്ള പദ്ധതിയും വിജയിക്കില്ലെന്നും മിഷൽ വ്യക്തമാക്കി. വെള്ളക്കൊടി വീശി കീഴടങ്ങാൻ ഇസ്രായേലിന് ഹമാസ് പോരാളികളെ കിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിൽ സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നേരെ തിരിച്ചാണ് ഗാസയിലെ സാഹചര്യം. ഒരുപാട് പ്രതിസന്ധിക്കിടയിലും ആദ്യത്തെ ദിവസം പോലെയാണ് ഗസ പോരാളികൾ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നതെന്നും ഹമാസ് നേതാവ് വെളിപ്പെടുത്തി. ഹമാസിനെ ഇല്ലാതാക്കാനുള്ള സഹായങ്ങൾ ഇസ്രായേലിന് നൽകുകയായിരുന്നു US. എന്നാൽ അതിന്റെ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവർ. ഗാസയിലെ സിവിലിയന്മാരുടെ മരണം നിരന്തരം അന്താരാഷ്ട്ര തലത്തിൽ പരാമർശിക്കപ്പെടുന്നു. ഈ സാഹചര്യം USനെ ആശങ്കപ്പെടുത്തുന്നു. അവിടെ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ്. ബൈഡന് വോട്ട് നഷ്ടപ്പെടുമെന്ന ഭീതിയുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് മോശം പ്രതിച്ഛായയാണ് ബൈഡന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പതുക്കെ അതിൽ നിന്ന് പിൻവാങ്ങാനാണ് ഇപ്പോൾ US പ്രസിഡന്റ് ബൈഡൻ നീക്കം നടത്തുന്നതെന്നും ഖാലിദ് മിഷൽ കൂട്ടിച്ചേർത്തു. ഏകദേശം 40,000 ഹമാസ് സൈനികരുടെ എണ്ണം. ഇതിൽ വെറും 5,000 ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഗറില്ല രീതിയിൽ ഇസ്രായേലിനെ നേരിടുന്നതെന്നാണ് വിവരം. 35,000 സൈനികർ ഇനിയും ഇസ്രായേലിനെതിരെ പോരാടാൻ തയ്യാറായി നിൽക്കുകയാണെന്ന ഹമാസിന്റെ പ്രസ്താവന ഇസ്രായേലിന് കനത്ത ഭീതി വിതയ്ക്കുന്ന ഒന്ന് തന്നെയാണ്. ഇത്രയും ശക്തമായ മുന്നൊരുക്കം ഹമാസ് നടത്തുമെന്നത് ഒരിക്കൽ പോലും ഇസ്രായേൽ വിചാരിച്ചതല്ല. ഹമാസിനെ വില കുറച്ച് കണ്ടതാണ് ഇസ്രായേലിന് പറ്റിയ വലിയ അബദ്ധം. ഹമാസ് കൂടിപ്പോയാൽ അത്രയേ ഉള്ളൂ എന്ന ലാഘവ ചിന്തയായിരുന്നു ഇസ്രായേലിന് എപ്പോഴും ഉണ്ടായിരുന്നത്. ആ ചിന്ത തെറ്റായിരുന്നു എന്നത് ഇപ്പോഴാണ് ഇസ്രായേലിന് മനസ്സിലാവുന്നത്. അതിനാൽ തന്നെയാണ് ഹമാസ് നേതാവിന്റെ ഈ വെല്ലുവിളിയെ ഇസ്രായേൽ ആശങ്കയോടെ കാണുന്നതും.